നമസ്കാരം ഗൈസ്, അടുത്തൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇതിപ്പം മുക്കുവ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഞങ്ങൾ ഒരു മാസത്തെ പ്രൊവിഷൻ മേടിക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഗ്ലാസ് ഒന്നും ശരിയില്ല, പക്ഷേ വീഡിയോ എന്തായാലും എടുക്കണ്ടെന്ന് വിചാരിച്ച, പക്ഷേ എടുത്ത് നിങ്ങളെ കാണിക്കുക ഈ സ്ഥലങ്ങളൊക്കെ. ഇല്ല, മൊത്തം കാടിനകത്ത് കുറേ വീടുകൾ. ഇത് നമ്മുടെ സ്വാമി നേരത്തെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് എസ്റ്റേറ്റ് കാണിക്കായിരുന്നു, അത് തിരിച്ചു വരുമ്പോൾ നമുക്ക് എടുക്കാം. ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ ഇവിടെയുള്ളൊരു വലിയ പാർക്ക് കേട്ടോ. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇവന്മാർ കോറ നടത്തി നശിപ്പിച്ചതിന്. കണ്ട് എന്നാ വലിയ പാറ, ഇതിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം, ഇതിൻ്റെ വലിപ്പം കാണിച്ചു തരാം. എന്നാന്ന് ഇതിൻ്റെ താഴെ കൂടെയാണ് പോകുന്നത്. ഇത് കാടൊന്നുമല്ല, ഇങ്ങോട്ട് ടാറിട്ട റോഡ് വരാത്തതാണ്. ഇവിടുത്തെ ഗവൺമെൻറ് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങോട്ട് ടാറിട്ട റോഡൊന്നും വന്നില്ല. കണ്ടില്ല എന്നാ വഴുപ്പാന്ന് കണ്ടോ. നമ്മുടെ നാട്ടിലെങ്ങനെ ആണെങ്കിൽ കോറ നടത്തി നശിപ്പിച്ചേനെ. ഇത് നല്ല അടിപൊളി കല്ല. നമ്മുടെ അടുത്തൊന്നും ഇല്ല, ദൂരമൊന്നും ഇല്ല, അറൗണ്ട് 1 കിലോമീറ്റർ പോലും ഇല്ല അല്ലേ സ്വാമി? അങ്ങനെ ആകുമ്പോൾ ഇവിടെയും കാണും, ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്തും കാണും, ഇതിൻ്റെ അടിയിലും കാണും. ഇതിലൂടെ മഴ പെയ്താലാണ് ഗൈസ് ഭയങ്കര കഷ്ടം. ഭയങ്കര വെള്ളവും ചെളിയും. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഇത് മൊത്തം ഗ്രീനിഷ്, അടിപൊളിയാണ് കാണാൻ. ഇതിനകത്തോടെ വണ്ടി ഓടിക്കാനും അടിപൊളിയാണ്. അത് മഴ പെയ്യുന്നതല്ല ഗൈസ്, അത് ഇവന്മാർ ഇവിടെ കത്തിച്ച് വെച്ചിട്ടാണ്. ഇവിടെ കണ്ടോ കത്തിക്കുന്നുണ്ടോ? ആ കത്തിച്ച് വെച്ചിട്ട് പുക പറന്ന് പോകണതാണ്. ഇതുണ്ടോ കത്തിക്കുന്നുണ്ടോ? പുക പറന്ന് മണ്ടയിലോട്ട് പോകണം. ഇവിടെ ഇരിക്കാൻ പറ്റിയില്ല, ഭയങ്കര കഷ്ടമാണ്. പറഞ്ഞ് പാറ ഇതാണ് ഗൈസ്. ഇതുണ്ട്, ഒരു ദിവസം നമുക്കിതിൻ്റെ മണ്ടേ പോകണം. അന്നേരപ്പം നമ്മൾ ഇതുപോലെ വീഡിയോ എടുത്തിടാം ഗൈസ്. ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്നത് കാണിക്കാം. ഇത് ചെറുതായിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേനും ഭയങ്കര ലെങ്ത് തന്നെ, അതാണ് വലിയ കഷ്ടം. ഇത് കണ്ടോ, അമ്മമാർ അവിടെ മൊത്തം കത്തിച്ച് വെച്ചിട്ട് പുക പോകണേണത്. കണ്ടോ ഒരു 2 വർഷത്തിനുള്ളിൽ ഇതിൽ കറണ്ടും ടാറിട്ട റോഡൊക്കെ വരും. അപ്പം ഇവിടെ നല്ല അടിപൊളിയാവും അല്ലേ സ്വാമി? ഇതൊക്കെ വലുതാവും. 2 വർഷമാകുമ്പോൾ തന്നെ എന്തായാലും വരും. ഇതുണ്ടോ, ഇവിടെയൊക്കെ മാങ്ങയുടെ കളിയാണ്. ഇപ്പം ഇവിടെ സീസണായി വരുന്നു. നമ്മുടെ അടുത്ത് മാങ്ങയായി, ഇത് ചെറിയ മാവായതുകൊണ്ടാണ് ഇത് കായ്ക്കാത്ത. ഇതുണ്ട് ഗൈസ്, നമ്മുടെ നാട്ടിൽ മൾബറി. ഇതാണ് മൾബറി. ഇതിനകത്തുണ്ട്, അവിടെ പറിച്ചിട്ട് പോയി സ്വാമി. ഇതിലുണ്ട്, പക്ഷെ ഇതിനകത്തുണ്ട്, പക്ഷെ പറിച്ചിട്ട് പോയി. അപ്പുറത്തേനകത്ത് പറിച്ചിട്ട് പോയി, പക്ഷെ ഇതിനകത്തില്ലല്ലോ. പൊഴിഞ്ഞോ? ഇതുണ്ട് ആ മല. ഇത് കണ്ടോ ഗൈസ്, ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവരിട്ടേക്കുന്നത്. കത്തിച്ച് വെച്ചിട്ട്, അതുപോലെ കത്തിച്ച് വെച്ചിട്ട് മുമ്പേ പറഞ്ഞ പോലെ. ഇത് കണ്ടോ, ഈ മല കണ്ടോ? എൻ്റെ ദൈവം, ഇത് നിങ്ങൾ എങ്ങനെ കാണിച്ചു തരണമെന്ന് അറിയാൻ പാടില്ല, പക്ഷേ ഇതൊരു മലയാണ് ഗൈസ്. പറ്റുകയല്ല, ഇതിനകത്ത് കാണുകയല്ല സ്വാമി. വീഡിയോനകത്തുള്ള ഒരു ആംബിയൻസ് കാണുകയല്ല. നമ്മൾ ഇങ്ങനെ നേരിട്ട് കാണുന്ന അത്ര ഒരു ആംബിയൻസ് കാണുകയല്ല. എന്നെ മുഴുത്താന്നുണ്ട്, നിർത്തണമെന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് കണ്ടോ, സമയം ഇവിടെ 3:15. ഞങ്ങൾക്ക് ഇനി മുക്കുവ വരെ എത്തണം. 6-7 മണിയാകും എത്താൻ വേണ്ടി. ഇത് കണ്ടോ, ഇത്രയും വലുതായത്. അതിൻ്റെ ഇടയിൽ ഇത് കണ്ടോ, മരമൊക്കെ മുളച്ച് നിൽപ്പുണ്ട് അതിൻ്റെ ഇടയിൽ. ഇതുണ്ട്, ഇതുപോലെ കത്തിക്കുന്നുണ്ട്, ഇതുപോലെ കത്തിച്ച് വെച്ചിട്ട് മൊത്തം ഇവർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിക്കും. ഇവിടെ ഇനിയിപ്പം എന്തായാലും ഇനി മഴയും കാര്യങ്ങളൊന്നും പെയ്യല, തീരുമാനമാവും. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കയറും കേട്ടോ. എല്ലാം കത്തിച്ചാലും മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഗ്രീനിഷാകും. നല്ല ഈ പഴയ കത്തിപ്പോയ മരമൊക്കെ നല്ല അടിപൊളി ഗ്രീനിഷ് ആയിട്ട് വരും. പിറ്റത്തെ കൊല്ലം ഇവർ കത്തിക്കും. എന്ത് കഷ്ടം. അങ്ങനെ ഒരു ഇച്ചിരി കഴിഞ്ഞ് ഇനി വ്ളോഗ് എടുക്കാം ഗൈസ്. ഓക്കെ, ഇല്ല ലെങ്ത് കൂടിപ്പോവും. നല്ല സീനറീസ് വരുമ്പോൾ കാണിക്കാം. കണ്ടോ, അവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇതൊക്കെയാണ് അവരുടെ വീടുകൾ. ചില വീടുകളൊക്കെ ഉണ്ട് എല്ലാ സമയം ഈ മരത്തിൻ്റെ കീഴിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. നല്ല സെറ്റായിട്ട് ഒരു തണുപ്പും
മാങ്ങ കാണിക്കാത്ത എന്തുമാത്രം ഗൈസ് ഇതാണ് ഗൈസ് മാങ്ങ. ഇത് കണ്ട എന്തുമാത്രം കഴിച്ചിട്ടുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കായ്ക്കും. ഇത് പിന്നെ കശുവണ്ടി ഇവിടെയുണ്ട്, കശുവണ്ടി ഉണ്ട്. പക്ഷെ ഇത് നമ്മളിവിടെ കണ്ടിട്ട് തിന്നാൻ കിട്ടിയിട്ടില്ല. ഇത് കണ്ട കിട്ടിയത് മാങ്ങ കിട്ടിയില്ല സമയം. ഇത് കണ്ടോ? ഓ ഈ ഗ്ലാസ് ഒരു ഇത് കണ്ട മാങ്ങയത്. മാങ്ങ മാങ്ങ എന്തുമാത്രം മാങ്ങ കഴിച്ചു കിടക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇതുപോലെ കഴിക്കുമോ? ഇത് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇല ഒരു കാണുകയില്ല, അതുപോലെ കഴിച്ചു കിടക്കും. ഇതുണ്ട് അത്രയും മാങ്ങ കൈസിനകത്ത് കിടക്കുന്നത്. ഇത് കാട്ടിൽ ഇത് കാട്ടിൽ കിടക്കുന്നതായത്. ഇത് കാട്ടിലെ മാങ്ങ. ഇതൊന്നും ആരും വളർത്തിയതൊന്നും അല്ല ഇത്. പക്ഷെ ഇത് കായ്ച്ച് മുളച്ച് വന്നതാ. അത് വളരും. മണ്ണിന് ഭയങ്കര പ്രത്യേകത ഗൈസ്. പക്ഷെ ഇവിടുത്തെ മണ്ണിന്റെ സമയം അത് മണ്ണ് ഇവിടുത്തെ അടിപൊളി മണ്ണ്. എന്നാ ഇച്ചിരി കഴിഞ്ഞെടുക്കാം ഗൈസ്. ഓക്കെ, നല്ലൊരു സീനറി കാണുമ്പോൾ എടുക്കാം. ഓക്കെ, ഇപ്പം തന്നെ 6 മിനിറ്റ് ആയി ഗൈസ്. പിന്നെയും വന്നു മറ്റേ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. ഇവിടെ വരുന്നൊരു പാലമുണ്ട്. ഈ പാലം നമ്മൾ പണിഞ്ഞതായത്. ഈ പാലം നമ്മൾ പണിഞ്ഞെടുത്തതാ. ഇത് കണ്ടോ? പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സമയം 3:35. വലിയ സമയമായില്ല. ഇതുണ്ടോ എൻ്റെ പൊന്നെ, അതിൻ്റെ മൊത്തം കത്തിക്കും. ആ മല മൊത്തം ഇട്ട് കത്തിക്കും ഉമ്മാര്. എൻ്റെ ദൈവം മൊത്തം കത്തിക്കുക. ആ മല മൊത്തം കത്തിച്ചേക്കുന്നത് കണ്ട. എന്ത് ചെയ്യാനാന്ന് പറ. അവിടെയൊന്നും അപ്പുറത്തെ മല കാണുന്ന പോലും ഇല്ല. ആണ്ട് മൊത്തം പുകയാ. ഇല്ല, അവിടെ ഒരു മലയുള്ളതാ അവിടെ. എന്ത് ചെയ്യാനാന്ന് പറ. വീഡിയോ എടുക്കുന്നതിൻ്റെ 1 മിനിറ്റ് മുന്നേ ഇതിലെ കൂടെ ഒരു ഹൈലക്സ് പോയായിരുന്നു, ഒരു റെഡ് കളർ. ഇതിലെ കൂടെ ഇപ്പം ഇതുണ്ട്, ഒരു വീട് പണിയുന്നുണ്ട്. അടിപൊളിയല്ലേ? ചെറിയൊരു വീടൊക്കെ ഉള്ള ഒരു പ്രദേശം വന്നേക്കാണ് ഗൈസ്. വീട് വയ്ക്കുന്നത് എല്ലാം കല്ല് മൊത്തം സ്വന്തമായിട്ട് ഉണ്ടാക്കും. ഈ കല്ലൊക്കെ ഇവരുടെ എടുത്തു നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി എടുക്കണം കല്ല്. ഉണ്ട് ചോളവും കപ്പയും വെയിലത്തിട്ടേക്കുന്നുണ്ടോ? ഉണ്ട് ഒരു വീട്. അടിപൊളിയല്ലേ? അതിൽ പോയി കപ്പ ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇനി നമുക്കൊരു വീഡിയോസ് ഇടാം ഗൈസ്. ഷോർട്ട് വീഡിയോസൊക്കെ ഇടാം. ഇപ്പം നമുക്ക് എത്രയാ 1100 സംതിങ് 124 പേര് ഏതാണ്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോ ടോട്ടലായിട്ട് മൊത്തമായിട്ട്. ഗൈസ് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യൂ, എന്നല്ലേ നമുക്കിതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഒരു കാര്യമില്ല. ഇത് കശുവണ്ടി ഉണ്ട്. ഇവിടെയുണ്ട് ഗൈസ് കപ്പളങ്ങ, കപ്പക്കായ്, ഓമയ്ക്ക ഇവിടെയുണ്ട് ഗൈസ്. ഇങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഒരു സ്ഥലം വരും, ഒരു തക്വാന എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ചെറിയൊരു ടൗണ് പോലത്തെ ഇവിടുത്തെ ഇതുപോലത്തെ കുറേ ഇങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്ഥലം. ഇച്ചിരിയും കൂടെ കഴിഞ്ഞിട്ട് ഇനി വീഡിയോ എടുക്കാം. ഓക്കെ, അങ്ങനെ ഗൈസ് തക്വാന വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് തക്വാന. ഇവിടെ കണ്ടോ ബോർവെല്ല്? നേരെ ആൾക്കാരാണെന്നുണ്ടോ സഫർ ചെയ്യുന്ന വെള്ളം കിട്ടാൻ. അത് വന്നിട്ട് ടൻസാനിയയിലൊക്കെ ഇതിനെക്കാട്ടിയും വലുതായിട്ട് ഇതുപോലെ നടക്കും ഈ കമ്പ് വെച്ചിട്ട്. അത് ഈ പാമ്പിൻ്റെ പാമ്പ് ശല്യത്തിൽ നിന്നും ഈ പുലി, കടുവ, സിംഹം അതിനകത്തുനിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് ഈ പറയുന്ന നാഷണൽ ഇതിനകത്തൊക്കെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഈ പെണ്ണിനെ കാണുന്നത്. ചിലപ്പോൾ കാലം ഒടിഞ്ഞതായിരിക്കുമോ? അത് ഈ പാമ്പിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. എൻജോയ്മെന്റ് അല്ല സമയം. അത് സമയം
നാഷണലിൻ്റെ ഇതൊക്കെ വീഡിയോസൊക്കെ കാണാം. ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ. ഇതാണ് ഇത് ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ചെമ്പകം പൂത്ത് വയ്ക്കുന്നു. പിന്നെ ഇത് വന്നിട്ട് ടവർ. ഇവിടുത്തെ ഒരു പാർട്ടിയുടെ ഓഫീസ് ഇത്. ഏതാ ഇതോ? ഇത് ഫ്രെലിമോയുടെ പാർട്ടി ഓഫീസ്. കൊടിയൊക്കെ ഉണ്ട് കണ്ടോ, എല്ലാം ചുവപ്പാ. നമ്മുടെ നാട്ടിലും ചുവപ്പുണ്ടല്ലോ, ചോളത്തിൻ്റെ ഒരു സിമ്പിളും. ചോളത്തിൻ്റെ സിമ്പിൾ. പിന്നെ അത് പണ്ടത്തെ പോലീസ് സ്റ്റേഷനായിരുന്നു. അത് പക്ഷേ അവിടെ കാണുകയല്ല. പക്ഷേ ഇല്ല സമി, ഇതൊന്നും കാണിക്കട്ടെ സമി. പണ്ടത്തെ പോലീസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ ആണത്. പക്ഷെ ഇത് കാണുന്നില്ല, ഭയങ്കര ഷേക്ക് ആകുന്നുണ്ട്. വേണ്ട, കണ്ടു. പിന്നെ ഇത് ഇവിടുത്തെ ടവർ, അവിടുത്തെ ടവർ വന്നിട്ട് മൂവിറ്റെല്ലിൻ്റെ ടവർ. ഇത് ഇത്രയും പൊക്കമുണ്ട്, പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതുണ്ട്. ഇവിടെയൊക്കെയാണ് ഇന്ന് മാർക്കറ്റാണെന്ന് തോന്നുന്നു. ഇന്ന് മാർക്കറ്റ് ഇല്ല, ഇന്ന് വെള്ളിയാഴ്ച ഇല്ല, തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു ഇവിടെ. ചൊവ്വാഴ്ചയൊക്കെ ആണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ എന്നാ പറയുക, നമ്മുടെ ഇതൊക്കെ കാണും, തുണി ഡ്രസ്സ് ഇതുപോലെ തൂക്കിയിട്ടേക്കുന്ന കാണും. ഇത് ഈ റോഡിലൊക്കെ കാണും. ഇത് കണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ തക്കാളിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം ഇങ്ങനെ വണ്ടി പോകുമ്പം പൊടി പാറിയിട്ടുള്ളതാണ് ഇതൊക്കെ. ഇതുണ്ട്, ഇവിടെയാണിത്. ഓയിലൊക്കെ വിൽക്കുന്നുണ്ടോ, നമ്മൾ സോപ്പൊക്കെ വിൽക്കുന്നുണ്ടോ? ഇത് കണ്ടോ, ഓയിൽ, സോപ്പ് ഇതൊക്കെ വിൽക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടുന്ന് സ്വാമി എന്തോ മേടിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. സ്വാമിക്ക് മേടിക്കണം ഇവിടുന്ന്. കള്ളൻ്റെ ചിരി കണ്ടില്ല, എന്തോ മേടിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേന്. ഇതിങ്ങനെ സ്വാമി അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്, എന്തോ മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഗൈസ്, അറിയില്ല. എന്തോ കൊക്കക്കോളയാണെന്ന് തോന്നുന്നു മേടിക്കാൻ വേണ്ടി. ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, വാഴക്കൊല എടുക്കുന്നുണ്ട് ഗൈസ്. എന്തുമാത്രം വാഴക്കൊലയാന്ന് കണ്ടോ. ഇപ്പോൾ നമുക്കിപ്പോൾ എടുക്കാം, വീഡിയോ ഇപ്പോൾ എടുക്കാം. ഒരു മിനിറ്റ്. വേറൊന്നുമല്ല ഗൈസ്, ഇത് കണ്ടില്ലേ, ഈ ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 ബിസ്ക്കറ്റ് ഉണ്ട്. ഇത് നല്ല ബിസ്ക്കറ്റാന്ന് പറഞ്ഞാൽ സ്വാമി മേടിക്കാമെന്നും പറഞ്ഞ് നിന്നാ മുണ്ട്. ഞാനിതുവരെ തിന്നിട്ടില്ല, സ്വാമി തിന്നിട്ടുണ്ട്. അപ്പം മേടിച്ച് തരാമെന്നും പറഞ്ഞ. ഡേറ്റൊക്കെ ഉണ്ട്, അത് ഞാൻ കണ്ടില്ല. ഇതേ ഇവിടെ ഇതൊക്കെ ചോളം കയറ്റി പോകുന്ന വണ്ടി വഴിക്കായെന്ന് തോന്നുന്നു, പഞ്ചറായെന്ന് തോന്നുന്നു. ഇതേ പണിയാ. ഓക്കെ, ഇത് കണ്ടോ 10 ഇതുണ്ടോ, ഡേറ്റൊക്കെ ഉണ്ട് കണ്ടോ. എത്രയായിരുന്നു? 2025 10 2-ാം തീയതി. വാലിഡ്. എടാ സ്വാമി ഇതിൻ്റെ തീർന്നില്ല, അടുത്ത മാസം വരെ ഉണ്ട്, ഒക്ടോബർ വരെ ഉണ്ട്. ഒക്ടോബർ ഇതല്ലേ, ഒക്ടോബർ 24. ഇത് ഡേറ്റ് തീർന്ന ഇതാ 2/10/25. തീർന്ന് ഇത് 24 വാലിഡ്. ഇത് ഇവിടുത്തെ സ്കൂളാണ് ഗൈസ്. എന്തായാലും ഇതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞാണ് ഗൈസ്. ഇനി എന്ത് ചെയ്യും? വേറൊന്നും ചെയ്യാനില്ല, തിന്നുക അത്ര തന്നെ. വേറെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞാൽ ഇതേണ്ട ഈ മണ്ടസ്വാമി കേട്ടോ. 25 ഇതേ പാറ് 25. അത് കുറച്ചും കൂടെ നല്ല പാക്കറ്റാ. പക്ഷെ മണ്ടൻ ഇത് നമ്മളെ പറ്റിച്ച്. എന്നാൽ ഇത് 26 എഴുതി 25 ആയതായിരിക്കും അവർക്ക്. എന്തായാലും തിന്നേക്കാം. 21 ഫെബ്രുവരി എന്നാൽ തിന്നേക്കാം. ഓക്കെ ഗൈസ്, ഞങ്ങളിത് കഴിച്ചിട്ട് ഇനി വീഡിയോ എടുത്ത് നമുക്കിനി എഡിറ്റ് ചെയ്ത് മുക്ക് വെച്ചെന്ന് കഴിയുമ്പോൾ രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേനും നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാം. ഇത് കണ്ടില്ലേ, സ്വാമി അതിൻ്റെ ഇടയ്ക്ക് എന്തിനോ ചിരിക്കുന്നുണ്ട്, എന്തിനാന്നറിയത്തില്ല. കള്ളൻ സ്വാമി എന്തിനോ ചിരിക്കുന്നുണ്ട്, എന്തോ പരിപാടി ഉണ്ട് സ്വാമിക്ക്. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ ഗൈസ്, സ്വാമിക്ക് എന്തോ പരിപാടിയുണ്ട്. സ്വാമി ഇവിടെ 14 വർഷമായത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം സ്വാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ. നമുക്ക് സ്വാമി എന്താണ്ടൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു പോർച്ചുഗീസിൽ. എനിക്കതിനെ പോർച്ചുഗീസും അറിയാൻ പാടില്ല. അപ്പോൾ സ്വാമി ബിസ്ക്കറ്റ് മേടിച്ചു. ശരി എന്നാൽ ഗൈസ്, ഞങ്ങൾ ഇച്ചിരി കഴിഞ്ഞ് വീഡിയോ എടുക്കാം ഗൈസ്. ഇതുണ്ടല്ലേ മാങ്ങമരം, മാങ്ങമരമല്ല, എന്ത് ചെയ്യാനാ ഗൈസ്. ഈ വീട്ടിൽ TV ഒക്കെ ഉണ്ട്, ആൻറ്റിനെയൊക്കെ കണ്ട. അവിടെ കാശുകാരൻ്റെ വീടാന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാണ് അവക്കാട് നമ്മുടെ നാട്ടിൽ കുറവാ സ്വാമി. ഭയങ്കര കാശാണ് നമ്മുടെ നാട്ടിൽ.
ഇവിടെ അവക്കാടേക്കൊക്കെ പൈസ കുറവാണ്. എല്ലായിടത്തും ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ സീതാപ്പഴം. അയ്യോ പോയി, സ്വാമിക്ക് ഭയങ്കര സ്പീഡ്. ആ ഇത് നല്ലൊരു വീട് ഗൈസ്. ഇത് കണ്ടോ, ഇതുണ്ട് ഞങ്ങൾ രണ്ടിൻ്റെയും ഇതാണ്. ഇത് സ്വാമിയുടെ ബാഗ്, ഇതെൻ്റെ പെട്ടി. ഇത് കണ്ടോ, മാവ് കണ്ടോ എൻ്റെ ദൈവമേ. ഇത് കണ്ടോ, അവിടെ എന്തോ പരിപാടിയുണ്ട് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, കണ്ടോ അവിടെ എന്തോ മീറ്റിംഗ് ഉണ്ട് ഗൈസ്. നിർത്താതെ സ്വാമി അമ്മരെ വീഡിയോ എടുക്കുന്ന കണ്ട്. മൊത്തം മാവുമരം ഇവിടെ. മാങ്ങ ആയിക്കഴിഞ്ഞ് ഇവർക്ക് ഓരോരോ സീസണിൽ ഓരോരോ സംഗതികളാണ് തിന്നാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമല്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ കശുവണ്ടി, ഇത് കണ്ടോ കശുവണ്ടി പൂത്ത് കിടക്കുക. ഇതൊന്ന് ഇപ്പോൾ ഇതേ മാങ്ങയാകുമ്പം മാങ്ങയായിട്ട്, പിന്നെ വന്നിട്ട് അവക്കാടോ വരുമ്പോൾ അവക്കാടോൻ്റെ സീസൺ, മാങ്ങ വരുമ്പോൾ മാവിൻ്റെ സീസൺ, മാങ്ങയുടെ സീസൺ, കരിമ്പിന് വരുമ്പോൾ കരിമ്പിൻ്റെ സീസൺ, കപ്പ വരുമ്പം കപ്പയുടെ സീസൺ. അങ്ങനെ ഓരോരോ സീസണാണ്. പക്ഷെ നമ്മുടെ പുറത്ത് വേറെ ചക്കയുടെ ഇതില്ലല്ലോ, പ്ലാവില്ലല്ലോ. പുറത്തുണ്ടോ? കണ്ടില്ല. പിന്നെ നമുക്ക് കുറവ് ഇവിടെ. പക്ഷെ നമ്മുടെ പ്ലാന്റേഷനിലുണ്ട് നല്ലോണം. പക്ഷെ ഈ ഒറ്റ ചക്കയും നമുക്ക് കിട്ടൂല ഗൈസ്. നമ്മുടെ ജോലിക്കാരുണ്ട് കുറേ എണ്ണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഈ വിശന്ന് വന്നിരുന്ന് പണിയുമ്പം പിന്നെ എടുത്ത് തിന്നണ്ടേ. അപ്പം അങ്ങനെ തിന്നുന്ന പിന്നെ കുറേ എണ്ണങ്ങളുണ്ട്. ഈ പക്ഷീനെ പിടിക്കും, ഇതിൻ്റെ അരക്ക് വെച്ചിട്ട് ഇതുങ്ങൾ പക്ഷീനെ പിടിക്കും. പക്ഷീനെ പിടിച്ചിരുന്ന് തിന്നും, ചുട്ട് തിന്നും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ചക്കയിറക്കം കൊണ്ട് പക്ഷീനെ പിടിക്കുന്നത്. അടുത്ത വീഡിയോ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ പറയുന്ന സാധനം എവിടുന്നാണ് ഇവർ പറിച്ചുകൊണ്ട് പോയി പക്ഷീനെ പിടിക്കുന്നതെന്നൊക്കെ. പക്ഷീനെ പിടിക്കുന്ന എവിടെയാണെന്ന് നമുക്കറിയില്ല. ഇത് കണ്ടോ, 2 ലേഡീസ് ഇത് വെച്ചിട്ട് പോകുന്നുണ്ടോ ഗൈസ്. തലയിൽ പഴവും വെച്ചോണ്ട് പോകുന്നുണ്ടോ, വിൽക്കാൻ വേണ്ടി പോകുന്നുണ്ട്. മാർക്കറ്റിലോട്ട് കൊണ്ടുപോകും. ഇത് കണ്ടോ, ഒരു പേടിയില്ല. ഇത് കണ്ടോ, പോയി നിൽക്കുന്നുണ്ടോ. ഇത് കണ്ടോ, അതിൻ്റെ തലയുടെ പേടി നോക്കി. 5 ലിറ്ററിൻ്റെ ക്യാനാണ്. അത്രയും ചെറുപ്പത്തിൽ നമ്മളിത് ചുമക്കുമോ? ആ ഇത് കണ്ടോ സൈസ് സീതാപ്പഴം. ഇത് ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇവർക്ക് ഇത് എങ്ങനെയാണ് തിന്നുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിലാകുമ്പോൾ ചാരത്തി വെച്ച് പഴിപ്പിക്കുമല്ലേ. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. പക്ഷെ ഒരുപാടുണ്ട് ഇങ്ങോട്ട്, വലിയ വലിയ മരങ്ങളുണ്ട്. അയ്യോ ഇത് കണ്ടോ ഗൈസ്, ഇതിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞു, ഇതുപോലത്തെയൊക്കെ വീട് കിട്ടണം. ആ വീടിൻ്റെ നേരെ ഇവിടെ തണലിന് കണ്ടോ, നല്ല അടിപൊളി മരം. ബ്രാഞ്ച് സൈഡിലോട്ട് പോയിട്ട് മുകളിലോട്ട് വളരാതെ കട്ട് ചെയ്ത് വിടും. അങ്ങനെ. അയ്യോ ഇപ്പം തന്നെ 5 മിനിറ്റായി ഗൈസ്, 6 മിനിറ്റായി. ഈ 6 മറ്റേ 6 18. ഇപ്പോൾ 18 അല്ല 6 12 ഗൈസ്. ഇനി ഇച്ചിരി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വീഡിയോ എടുക്കാം ഗൈസ്. ഓക്കെ, ഇത് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പം സമയം 4:10 4:05. പക്ഷെ സ്വാമി വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നു സ്വാമി, ആൾക്കാർ കാണില്ല. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് പോയി നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇടാം. ഓക്കെ, അല്ലെങ്കിൽ 2 പാർട്ടായിട്ട് ഇടണം. അത് ശരിയാ, 4 മണിക്കൂർ ആര് നിന്ന് എടുക്കാൻ, ആര് കാണാനാ. അപ്പം അല്ലെ പിന്നെ പാർട്ടായിട്ട് എടുത്തിട്ട് അങ്ങനെ ഇടണം. കണ്ടിന്യൂറ്റി ആയിട്ട് ഇടണം. അങ്ങനെ ഇടണം. അങ്ങനെ ഇടാൻ ഭയങ്കര എഡിറ്റൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ആപ്ലിക്കേഷൻ കയറ്റിയിട്ട് ചെയ്യും. ഓക്കെ ഗൈസ്. എന്നാ വലിയ മരമൊന്നുണ്ടോ? ഈ മരമാണ് കപ്പിലാവ്. ഇതുണ്ടോ, അതിൻ്റെയൊക്കെ വണ്ണം കണ്ടോ. ഇതുണ്ടോ മാവ്. ഓക്കെ ഗൈസ്, ഒരിച്ചിലൂടെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം ഗൈസ്. ഗൈസ് ഇത് കുറച്ചും കൂടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ ചെറിയൊരു ടൗണല്ല, ഇത് ഉണക്കത്തെ കട്ടയൊക്കെ കെട്ടിയ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചപ്പുറത്ത് വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട്. ആ വാട്ടർ ടാങ്കിൽ നിന്നാണ് അവർ വെള്ളം എടുക്കുന്നത് കുടിക്കാൻ വേണ്ടി. ഇവിടെ ഹോസ്പിറ്റലുണ്ടോ? അത് വാട്ടർ ടാങ്ക് അല്ലേ? അതിൻ്റെ ഹോസ്പിറ്റൽ ഇതാണോ? ഇതുണ്ടോ പുല്ല് മേഞ്ഞ വീട് കണ്ടോ. പണ്ട് നമ്മൾ ഒരു 10-40 വർഷം മുന്നേ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ആയിരിക്കും എല്ലാവരും. എല്ലാവരും 10-30 വർഷങ്ങൾക്കൊക്കെ മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു. നോക്കിക്കേ ഗൈസ്, ഇത് കണ്ടോ, ഇത് ഹോസ്പിറ്റലാണെന്നാണ് സ്വാമി പറയുന്നത്. അതായത് അതിൻ്റെ വാട്ടർ ടാങ്കാണ്. വാട്ടർ ടാങ്ക് വെച്ചേക്കുന്നതാണ്. ഇതങ്ങനെ പിള്ളേരൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇത് ഹോസ്പിറ്റല്. ഇത് കണ്ടോ ഒരമ്മച്ചി നിന്ന് ഫോൺ വിളിക്കുന്നു, കൈ കാണിക്കുന്നു.
ഇതൊക്കെ ചെറിയ ചെറിയ കടകളാണ് ഗൈസ്. നാളെ വന്നിട്ട് ശനിയാഴ്ച ഇവിടെ, നാളെ വന്നിട്ട് ഇവിടെ. നാളെയാണോ? തിങ്കളാഴ്ച അല്ലേ? അത് ഞായറാഴ്ചയാണോ? മാർക്കറ്റല്ലേ സ്വാമി പറയുന്നത്? മാർക്കറ്റ് വന്ന് ആ സൈഡ് മൊത്തം വരുവാണെങ്കിൽ, തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് പാട്ടിലിട്ട് തരാം, കാണിക്കാതെ. ഈ വീട് ഇവിടുത്തെ ഒരു കാശുകാരൻ്റെ ഉണ്ട് ഒരു വീട്. ആ ഇതും അപ്പുറത്തെ ഒരു വീടുണ്ട്. അങ്ങ് അതാ തോന്നുന്നു സ്വാമി മറ്റേ വഴി പോണത്. അതുകൊണ്ട് അത് മറ്റേ വഴി പോണില്ലേ? അതാണോ അത്? അതല്ല ഓക്കെ. ഇതും പറയുന്ന സ്വാമി ഒരു കാശുകാരൻ്റെ വീടാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ടയൊക്കെ കെട്ടി വീടൊക്കെ വാർത്ത് ഇങ്ങനെയൊക്കെ ഇടുന്നതൊക്കെ കാശുകാരുടെ വീടാണ് ഇവിടെ. അതിനാന്ന് വെച്ചാൽ ഇത്രയും ഉള്ള ഏരിയയിലോട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാശുകാർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവർക്ക് ഈ കൃഷി കുറച്ച് കൂടുതലായിരിക്കും. ഇത് കണ്ടോ ഗൈസ്, അവർക്കൊരു സോളാർ പാനൽ ഉണ്ട് അവിടെ ഇട്ടേക്കുന്നത്. അത് വെച്ചിട്ടാണ് അവർ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നത്. അങ്ങനത്തെ പരിപാടിയൊക്കെ. ഇവിടെ കറണ്ട് ഇല്ല ഗൈസ്. 2 വർഷത്തിനുള്ളിൽ വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുന്നു. അങ്ങനെ വന്നാൽ നല്ലത്. അങ്ങനെ സ്വാമി ഇടയ്ക്കിടയ്ക്ക് തമാശയും കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഈ ചെന്ന് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനൊന്നുമില്ല. എന്നെ ചെയ്യാനോ ഇച്ചിരി കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യണം, മറ്റതെല്ലാം കൂടെ വാരി പറക്കി കൂട്ടി ഒന്നാക്കി ഇടണം, അത്രയൊക്കെ ഉള്ളൂ. ഇത് ഇവരിവിടെ ചെറിയ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലം. ഇതൊരു വീടാണ് ഗൈസ്. ഫുട്ബോൾ കളിക്കണതല്ലേ ഇവിടെ? അടാ മാറിപ്പോയി ഗൈസ്, അതെന്തായാലും കട്ട് ചെയ്യണം. യൂക്കാലിപ്സ് നിൽക്കുന്നുണ്ടോ? അങ്ങനെ പറയത്തക്ക വലിയ കാഴ്ചകളൊന്നും ഇല്ല. പിന്നെ ഉള്ളത് ഡേറ്റ് കഴിഞ്ഞ് സാധനം പൊട്ടിച്ച് ഇത് കണ്ടോ ഗൈസ്, പൊട്ടിച്ച് സ്വാമി 2 എണ്ണം തന്നു, ഞാനും 2 എണ്ണം തന്നിട്ട് ഇങ്ങനെ വെച്ചേക്കാം. പിന്നെയും കത്തിക്കുന്നത് ഇങ്ങനെ കത്തിക്കുന്നതൊക്കെയാണ് ഇവിടെ കാണിക്കാനുള്ളത്. വേറെ കാണിക്കാൻ ഇവിടെ ഇതിനകത്തൊന്നും ഇല്ല, ഇവിടെയൊന്നും ഇല്ല. ഇനിയിപ്പോൾ മുക്കുവേ ചെല്ലുമ്പോൾ അവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാം. അതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിടാം. ആൾക്കാർ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും 36 പേരുണ്ട്. 36 പേര് ഒരു ലൈക്കും ഒരു കമൻറ്റൊക്കെ തന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തും. ഈ 36 പേര് ഒന്നും ചെയ്യാതെ, ഒന്നും കാണിക്കാതെ ചുമ്മാ ഇരിക്കുക. എന്ത് ചെയ്യാനാന്ന് പറ. ഒരു കമൻറ്റോ ഒരു ലൈക്കോ ഇട്ടാലല്ലേ ആൾക്കാരിലോട്ട് എത്തത്തുള്ളൂ. ഇത് 2 ലൈക്ക് 3 ലൈക്ക് 10 ലൈക്ക്, ചിലതിന് എത്രയാ 2 കമൻറ്റ്. ഇത് ഒരു ഓടി ഇവിടെ നിൽക്കും. ഒരു ഓടി എന്നാ പറയാനാ. അയ്യോ എൻ്റെ ദൈവമേ, ഇതിപ്പോൾ തന്നെ 4 മിനിറ്റായി. ഒരു ഇച്ചിരി കഴിഞ്ഞിട്ട് ഇനി വീഡിയോ എടുക്കാം. ഇപ്പം 4:35 4:35 ഗൈസ്. ഇപ്പോൾ ഗൈസ് ഇവിടെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഇപ്പം വീഡിയോ എടുത്ത. എൻ്റെ പൊന്നെ, ഇതിനകത്തൊന്ന് എങ്ങനെയാണ് പോണേ? ഇതുണ്ട് എന്തേലും ആൾക്കാർ. ഇത് റോഡാണ് ഗൈസ്. ഇതാണ് മാർക്കറ്റ്. വന്നു കഴിഞ്ഞാൽ ഇവർ ഇതാണ് ഇതിനകത്ത് ഇങ്ങനെ നിൽക്കും. മാറുകയില്ല, കണ്ടോ? ഫോൺ അടിച്ചാലും മാറുകയില്ല. ഇടിച്ചെന്ന് തോന്നുന്നു. ഇവൻ എന്തോ ഇത് കൊച്ചിനെ കണ്ട് ഇടിച്ചെന്ന് തോന്നുന്നു. അതെ അടി ഉണ്ടാകുന്നു. അവൻ ആ കൊച്ചിനെ ഇടിച്ചു. അതെ, ഇവന്മാരായതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിങ്ങനെ വേണമെങ്കിൽ പൊന്നു തമ്പുരാനെ പണിയായി. അവനെ മാറ്റി നിർത്തിയിട്ടുണ്ട് അവർ. ഇനി ഇവൻ്റെ നിന്ന് കുറേ കാശ് വിടുന്നു. ഇത് കണ്ടോ, ഇവന്മാർ ഇത് റോഡിൽ നിന്ന് മാറുകയല്ല എന്ന് വെച്ചിട്ട് അടി ഉണ്ടാക്കി വെച്ചിട്ട് കണ്ടോ, അടി തട്ടി കഴിഞ്ഞാൽ അടി ഉണ്ടാക്കും. ഇത് കണ്ടോ, മുമ്പേ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇതുപോലെ. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ മറ്റേ പണ്ടത്തെ ചന്ത വരുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണിത്. പണ്ടത്തെ ചന്തയിൽ ഇതുപോലെ കുറേ കളിപ്പാട്ടങ്ങളും കുറേ ഇതും വരുന്ന പോലെ ഇവിടെ ഡ്രസ്സ് വരും. കണ്ടോ, ഇതാണ് ചന്ത ഇവരുടെ. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ചന്ത. ഇത് കണ്ടോ, അവിടെ ഒരു കൊച്ചിനെ ഇടിച്ചു. ഇവിടെ ഒരു പ്രശ്നമില്ല. കുറേ എണ്ണം ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ്. ഇങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ, അവിടെ മാത്രമേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. പിള്ളേരെ കണ്ടോ, കണ്ടോ കപ്പ തൊട്ടേക്കുന്നത് ഗൈസ്. അവിടെ കണ്ടോ, ആ പുക പോകുന്നതാണ് ഇവർ ഇഷ്ടിക ഉണ്ടാക്കുന്നത്. ആ ഇഷ്ടിക ഉണ്ടാക്കുന്ന സ്ഥലമാണ് ആ പുക പോകുന്ന സ്ഥലം.
ഇത് കണ്ട എല്ലാം നിങ്ങൾ മാർക്കറ്റിലോട്ട് പോവാ. കണ്ട എല്ലാം മാർക്കറ്റിൽ പോവാ. അവിടെ പോയിട്ട് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് ഇതുപോലത്തെ പാൻറ്റും നിക്കറും ഇതെല്ലാം മേടിച്ചോണ്ട് പോകും. ഇത് കണ്ട നമ്മുടെ പണ്ടത്തെ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ തെയ്യത്തിന് ഇത് കണക്കത്തെ എന്താണ് കുറേ കളിപ്പാട്ടും അതും ഇതും തൂക്കിയിടുകയല്ലേ, അതുപോലെ ഇവിടെ ഡ്രസ്സ് കൊണ്ടേ തൂക്കിയിടും. ഇത് കണ്ട ഇതെല്ലാം അങ്ങോട്ട് പോകുന്നത്. അത് കണ്ടോ കുളിച്ച് കുട്ടപ്പനായി ഇതുണ്ട്. ഇതേ പോകുന്നു. ആഴ്ചയിൽ ഒന്നൊക്കെ കുളിക്കലുണ്ടാവും. ഇത് കണ്ട ഇതെല്ലാം സാധനമെല്ലാം മേടിച്ചിട്ട് പോകുന്നുണ്ട് പിള്ളേർ. ഇതിനെല്ലാം വീട്ടിൽ കയറണം എന്ന് തോന്നുന്നത്, അതുകൊണ്ട് നേരത്തെ പോകുന്നതാണ്. ഇത് അതിൻ്റെ ഇത് വില്ലപ്പൻ ഇതാ പോകുന്നു. കുറേ എണ്ണം മാർക്കറ്റ് ഇതുവരെയും ചന്ത ഇതുവരെയും തീർന്നിട്ടില്ല. അപ്പം ഇവർ കുറച്ച് ലോങ് പോകേണ്ടതും കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇവർ നേരത്തെ സാധനമൊക്കെ മേടിച്ച് ഇവർ പോകണയാണ്. ഇതുണ്ടല്ലേ ബക്കറ്റൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ടോ? അതിനകത്തൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ കാണും. ഇത് കണ്ടോ ഗൈസ്, കുറേ പേര് അങ്ങോട്ട് പോകുന്നു, മാർക്കറ്റിലോട്ട് പോയിട്ട് സാധനമൊക്കെ മേടിച്ചിട്ട് പോകുന്നു. അങ്ങനെ അതിനകത്ത് വീഡിയോ കുറച്ച് പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് വീഡിയോ സ്റ്റോപ്പായിപ്പോയി. ഉള്ള പൊടിയും പറപ്പിച്ചാൽ പറന്നാ ഊണ് തീർന്ന്. ഇവിടെയൊക്കെ ഭയങ്കര കഷ്ടമാണ്. ഇവിടെ കയറൂല, വണ്ടി കയറി പോവില്ല. പിന്നെ നമ്മുടെ പിന്നെ മഹേന്ദ്ര ആയതുകൊണ്ട് അടിപൊളി. മഹേന്ദ്രയ്ക്കകത്ത് ഉണ്ട് 4x4 ഒക്കെ ഉണ്ട്. സംഗതി സെറ്റാണ്. ഇലക്ട്രോണിക്സ് ആണ് മൊത്തം. പറന്നാ കയറും പറന്ന്. ഇതുണ്ട് ഈ അമ്മച്ചി പിള്ളേരെ വിളിച്ചുകൊണ്ട് പോണെയാണ്. മറ്റേ ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കഴിഞ്ഞിട്ട് ചെരുപ്പ് മേടിച്ചിട്ട് പോകുന്നു. ചെരുപ്പൊക്കെ മേടിച്ചു. ഇവിടെ പുരുഷൊക്കെ ഇതുണ്ട് മാങ്ങ ഏജാതി മാങ്ങ തൂങ്ങിക്കിടക്കുന്നില്ല. കണ്ട ഇതൊക്കെ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഇത്രയും ദൂരം വന്നേക്കണെയാണ്. ഒരു മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ മേടിച്ച് പോണെയാണ്. ഇത് കണ്ടോ തലയിൽ എന്താണ്ടൊക്കെ ഉണ്ട്, ആർക്കറിയാനാണ്. കോഴി ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. അത് മുന്നിൽ ഇഷ്ടംപോലെ ആൾക്കാർ. കാമെന്ന് പറഞ്ഞ് ഇവിടെ ബെഡാണ്. ബെഡല്ല, ഈ മറ്റേ ഈ കട്ടിലും ബെഡും എല്ലാത്തിനും കാമെന്ന് പറയും. അതാണ് സ്വാമി പറഞ്ഞത്. അമ്മച്ചി എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട്. ഇത് കട്ടിലിന് പറയും, നമ്മുടെ ബെഡിന് കാമെന്ന് പറയും. ഇതൊക്കെ എങ്ങനെയാണ്? ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇവരെല്ലാം കഴിഞ്ഞിട്ട് പോണെയാണ്. ഇല്ലേ സാധനമൊക്കെ മേടിച്ച് അമ്മച്ചി ചുമലയും ഒക്കെ ഇട്ട് നിൽക്കണെയാണ്. 12 കിലോമീറ്റർ പോകണം. ഒരു പാലം ഗൈസ്. ഇതിവിടെ ഉറപ്പിച്ച റോളർ. 12 കിലോമീറ്റർ പോയാൽ നമുക്ക് താരത്തൂരിലൂടെ എത്താം. നമുക്ക് ഡിസ്ട്രിക്ട് അതിപ്പോ കുറച്ചു പിന്നെ സാമ്യ മറ്റേ വീഡിയോക്ക് ഇൻട്രസ്റ്റ് ആയപ്പോ സമയത്ത് പറഞ്ഞില്ലേ എന്നാ കോപ്പ് നമ്മളൊക്കെ എന്നാ കോപ്പാന്നൊക്കെ പറയല്ലേ. കോപ്പെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കപ്പ്, അതാണ് കോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാമ്പി അത് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നത്. അങ്ങനെ അതിൻ്റെ കൂടെയാണ് ഇപ്പൊ കാമ വന്നത്. എന്നാ പറയാൻ. പക്ഷെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഇവരെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വരാന്ത, ജനാല, കസേര, പിന്നെ എന്താണ്, പിന്നെന്താ സാമി, സാമിക്ക് അറിയാല ഈ പറയുന്ന സംഗതികളൊക്കെ നമ്മൾ പോർച്ചുഗീസിൽ നിന്ന് മറ്റേത് ചെയ്തതാ. എന്നാൽ നമ്മൾ ഈ കസേര എന്നൊക്കെ പറയുന്നില്ല, ഇവിടെ കസേര. പിന്നെ നമ്മൾ പറയുന്ന വരാന്ത, മലയാളത്തിൽ വരാന്ത എന്ന് പറഞ്ഞാൽ വരാന്തയില്ലേ അത്. പിന്നെ വന്നിട്ട് ജനാല, അതൊക്കെ നമ്മൾ പോർച്ചുഗീസിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് വന്നത് അതൊക്കെ, ആ വേർഡൊക്കെ. തമിഴിൽ തന്നെ അതല്ല അപ്പൊ അപ്പൊ ജനാലയ്ക്ക് എന്നാ പറയാ?
എന്നാ പറയും, ഈ സാമിക്ക് തമിഴ് അറിയത്തില്ല ഗൈസ്. ഓ എന്ത് കഷ്ടമാണ് മലയാളം guys. അറിയാം. മലയാളം അറിയാം ഗൈസ്. ഞങ്ങൾ കുറേ മലയാളീസിൻ്റെ കൂടെ നിന്ന് സാമി തമിഴ് മറന്നുപോയി ഗൈസ്. ഇക്കിളിയാക്കുന്നതിന് എന്നായിരുന്നു സാമി പറയുന്നത്? അത് വന്നിട്ട് കിച്ച് കിച്ച് പോണെന്ന് சொல்லுவாங்க. കിച്ച് കിച്ച്. എൻ്റെ ഗൈസ് ഞാനത് പറഞ്ഞു കേട്ട് ചിരിച്ചൊരു പണിയായി ഗൈസ്. നമ്മളീ കൊച്ചു കൊച്ചു ഹോത്താകെ എന്നെല്ലാം പറയാറില്ലേ, അതുപോലെ കിച്ച് കിച്ച് പോടുറാന്ന് എന്ന് അങ്ങ് എപ്പടി എന്തോ പറയും. അത് അയ്യോ, ഈ വീഡിയോ 4 മിനിറ്റായി ഗൈസ്. എന്ത് ചെയ്യും, നമുക്ക് 4.5 മണിക്കൂറുണ്ട്. നമ്മൾ കട്ട് ചെയ്തിട്ട് ഇടാം ഗൈസ്. ഇനിയിപ്പം ഡയറക്റ്റ് റോഡ് കയറുമ്പം അടുത്ത പാർട്ട് വീഡിയോ വരും. ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്നാക്കാം. ആ കുഞ്ഞു കണ്ടില്ല നമ്മളെ പേടിപ്പിക്കുന്നത് വീട് പുതിയതായിട്ട് കിട്ടുന്ന കേസ്. ഇത് കണ്ടില്ലേ, എല്ലാം ഒരേ മോഡൽ തന്നെ. അതിൻ്റെ മേളിൽ പുല്ലിടും. ഇതാണ് അത് കാശുകാരൻ്റെ വീട്. നല്ല കട്ടയൊക്കെ വെച്ച് നല്ല സെറ്റിൽ പണിയുന്നുണ്ട്. ഇത് ഫുട്ബോൾ ഗ്രൗണ്ട്. ഇതാണ് ഫുട്ബോൾ ഗ്രൗണ്ട്. അതാ കുറച്ചും കൂടെ ഇത് കാണിക്കണം എന്നുണ്ട്, പക്ഷെ പറ്റൂല. അങ്ങനെ ഇത് ഇവിടുത്തെ ഒരു മില്ലാണ് ഗൈസ്. മില്ലല്ലല്ലോ, ഇത് സ്കൂളല്ലേ? ആ, ഇത് സ്കൂളാണ് ഗൈസ്. ഇത് സ്കൂളാണ്. ഇത് പുതിയ സ്കൂളിന് കെട്ടുന്നതാന്ന് തോന്നുന്നു. ഇത് കണ്ടില്ല, കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ട്. ഇത് പുതിയ സ്കൂള് ഗൈസ്, പഴയ സ്കൂള് ഗൈസ്. ഇത് അപ്പം ഇച്ചിരി കഴിഞ്ഞ് ഇനി എടുക്കാം. ഓക്കെ ഗൈസ്. അറ്റ് ലാസ്റ്റ് നമ്മളിവിടെ മുക്കുബയിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഇത് കണ്ടോ, അവിടെ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ അത് കാണുന്നില്ലല്ലോ താമിയെ. ഇങ്ങനത്തെ ഒരു വ്യൂ കണ്ട നമ്മള് ഫ്ലൈറ്റിൽ നമുക്ക് മുകളിലിருந்து കാണുന്ന പോലെ അത് ഒരു ഫീൽ അല്ലേ? ഇതിപ്പോ സമയം എത്രയായി? സമയം കാണാൻ വാച്ച് കാണുന്നില്ല. ഓക്കെ വാച്ച് ഇപ്പൊ കാണാം. 6:20 ഗൈസ്. അപ്പം സാമിക്ക് ഫോൺ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ മുക്കുബ ടൗണിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്ററും കൂടെ ഉള്ളൂ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കാണില്ല, കുറച്ചും കൂടെ മേളിൽ നിന്ന് കാണിക്കായിരുന്നു. അപ്പോഴേ സാമി എന്നോട് ഒരു വീഡിയോ എടുക്കുന്നില്ലേ, നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കണ്ടേന്ന് സാമി ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തേക്കാം. അപ്പം മേളിൽ നിന്ന് കുറച്ചും കൂടെ വ്യൂ ആയിട്ട് കാണാമായിരുന്നു മുക്കുവ ടൗൺ. ആ വെട്ടം കാണുന്നില്ല ഗൈസ്, അത് മുക്കുവ ടൗണാണ് ഗൈസ്. ടൗണിൽ എത്തിയിട്ട് വീഡിയോ എടുക്കാം, എല്ലാം കൂടി എന്നിട്ട് കറക്റ്റായിട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, ഇപ്പം കാണാം ഗൈസ്. ഇത് കണ്ടില്ലേ? ഓ, കാണത്തില്ല, അവിടെ കാണത്തില്ല, ഇവിടെ കാണാം ഗൈസ്. വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇത് കണ്ടില്ലേ? ആ വണ്ടി വന്നില്ലായിരുന്നേ കാണാമായിരുന്നു. ഇത് കണ്ടില്ലേ? മുക്കുവ ടൗണിനകത്ത് വെട്ടമാണ് കാണുന്നത്. ഇപ്പോൾ കാണാമെന്ന് തോന്നുന്നു. ഇതാണ് മുക്കുവ ടൗണ്. ഇനിയിപ്പോൾ ഒരു 1 കിലോമീറ്റർ പോലും ഇല്ല, പെട്ടെന്ന് എത്താനായി. പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സമയം 6:25 ഗൈസ്. എവിടെയാ നമ്മൾ എത്ര മണിക്കാ? 5:15 എത്തിയ സാമി രുചാലയില. 5:30 ഓക്കെ, 1 മണിയാകുന്നു. 1 മണിക്കൂറായി. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് മാക്സിമം ഒരു 45 to 50 മിനിറ്റ്സ് മതി. കാരണം രാത്രിയായി, അതുകൊണ്ടാണ് മെല്ലെ പോണേ. ഇല്ലെങ്കിൽ വല്ല ഇടിയും കഴിഞ്ഞാൽ. ഇത് കണ്ടോ, ഇതൊക്കെ ഇന്ന് വെള്ളിയാഴ്ച. ഇന്ന് ഇവർക്ക് ഫെസ്റ്റിവലാ. മീൻസ് എന്നാന്ന് വെച്ചാൽ വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസം ഇവന്മാർ ഭയങ്കര ആഘോഷമാണ്. വെള്ളവടിയും അതും ഇതും പരിപാടിയാണ്, ഭയങ്കര ആഘോഷമാണ്. ശനിയാഴ്ച പിന്നെ പറയണ്ട, പിന്നല്ല. ഇവർക്ക് എന്നാ ചിന്തയില്ല, അതും ഇല്ല, ഇതും ഇല്ല. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഓടുക്കത്തെ കള്ളുകൂടിയും തീറ്റയും ഉറക്കവും. ഇതാണ് ഇവർ. മുക്കുബ മുക്കുബ എത്തി ഗൈസ്. ഇംഗ്ലണ്ടിലൊക്കെ അങ്ങനെയല്ലേ?
ലണ്ടനിലൊക്കെ ഇംഗ്ലണ്ട്, അമേരിക്ക അങ്ങോട്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് സമയം. നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ പുറത്തിറങ്ങി 6 മണിക്ക് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 24 അല്ലെന്നേ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ 6 മണിക്ക് ശേഷം വീടിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ സദാചാരമായി, പിന്നെ അവൻ കഞ്ചാവായി, ഒന്നും പറയണ്ട. ഇത് അവന്മാർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഗൈസ്, അത്രേ ഉള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാർക്കെതിരെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അത്ര തന്നെ. ഇവിടെയൊക്കെ വന്നിട്ട് ഇവരുടെയൊക്കെ ലൈഫ് കാണണം എന്ന് വെച്ചിട്ട് ഇവിടെ കിടന്ന് അത് കണ്ടോ എന്തോ കാണിക്കാൻ പറ്റിയില്ല, ഞാൻ ഈ പറയുന്നതിന് തിരക്കിലായിപ്പോയി. അല്ലെന്നേ ഞാൻ പറയാറ് അവിടെ എഴയുന്നത്, അതെ എഴയുന്ന അവിടെ കിടന്നുണ്ട്. അല്ല സ്വാമി, ഞാൻ പറയുന്നത് ഇങ്ങനെയാ. ഇപ്പൊ ഈ കുറച്ച് താടിയും വെച്ച് ഇപ്പൊ ഒരു 6 മണിക്ക് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ കഞ്ചാവായി, പിന്നെ പെണ്ണുപിടിയനായി, പിന്നെ പറയണ്ട. ഇത് പിന്നെ ഇവരുടെയൊക്കെ ലൈഫാണ് ലൈഫ്. നമ്മുടെയൊക്കെ എന്നതാ 5 മണിക്ക് ശേഷം വീട്ടിൽ കയറി കുത്തിയിരിക്കുന്നു, കുറെ തിന്നുന്നു, കടന്നിറങ്ങുന്നു. ഇവിടെ നേരത്തെ ഒരു ചാനലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുസാഫിനെ കുറിച്ച്, വേറെ എവിടെയെങ്കിലും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഒരു വലിയ ഇത് അല്ല സ്വാമി, ഇത് ഇപ്പൊ യൂറോപ്പിലാണെങ്കിലും സ്വാമി, ഇതിപ്പോ യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും എവിടെയാണെങ്കിലും സായിപ്പന്മാർ ചെയ്യുന്ന പണി ഇതാ. വെള്ളി, ശനി, ഞായർ. ഇല്ല അത് മാത്രല്ല, നീ ഒരു കാര്യം എന്ന് വെച്ചാ പെണ്ണ് വേണമെങ്കിൽ ചോദിച്ചാ മതി, അറിയത്തില്ല. ഇല്ലല്ല, ഓക്കെ ഗൈസ്, അത് ജസ്റ്റ് എന്തോ കണക്ഷൻ ഇതായി പോയി. ഇതിപ്പോ ഇവിടെ ഇത് തന്നെ ഈ പാലം തന്നെ, ഈ പാലം ഇപ്പൊ എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതുണ്ട് അപ്പുറത്ത് അക്കരക്കര മുക്കുബ. ഇതിപ്പോ നമ്മള് അതായത് ലുജാല ഡിസ്ട്രിക്റ്റും ഈ മുക്കുബയും തമ്മിൽ ഇത് ലിങ്ക് ചെയ്യുന്ന പാലം. പിന്നെ അത് കണ്ടോ, അതും ഒരു പാലമാണ്, അവിടെ ഒരു പാലമാണ്, അത് കണ്ടോ. അതിലെ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്, നമ്മുടെ കമ്പനിയിലോട്ട് അങ്ങോട്ടാണ് പോകുന്നത്. സാമി എന്തെങ്കിലുമൊക്കെ പറ സാമി. അല്ല വീഡിയോയില് ഇത് ഈ പാലം എപ്പോഴാണ് കൺസ്ട്രക്ട് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ. അത്രയും പഴക്കമുണ്ടോ? അപ്പൊ അതോ അപ്പുറത്തെയോ? അത് വന്നിട്ട് അവന്മാര് പോർച്ചുഗൽ ചെയ്തത്. ഓ ഇത് കണ്ടോ ഗൈസ്, ഇവിടുത്തെ കഴിഞ്ഞ വർഷം ടോൾഗേറ്റ്, ഇത് ടോൾഗേറ്റ് ആയത് കഴിഞ്ഞ വർഷം ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിനിടയ്ക്ക് അടിച്ചു പൊളിച്ച ഇത് പൊന്നു ഗൈസ്, ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു കഴിഞ്ഞ വർഷം. ഈ പാർട്ടിയുടെ ബേസിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. നാളെ വീഡിയോ എടുത്തിട്ട് ഷോർട്ടും അതും ഇതും എല്ലാം ആയിട്ട് നമുക്ക് ഇടാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾ. ഇപ്പോൾ ഇവിടെ മുക്കുവേലി കയറി ഞങ്ങൾ. ഓക്കെ, ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ കമ്പനിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ നമുക്ക് വീഡിയോ എടുക്കാം ഗൈസ്. കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ സാധാരണ വീഡിയോ വരും. ഓക്കെ ഗൈസ്, താങ്ക് യു. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് എന്താ പറയുക, ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് കമൻ്റൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്ക് ഗൈസ്. കണ്ട പാട്ടൊക്കെ കേട്ടോ അവിടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. എന്നാ ഉച്ചത്തിലായിരിക്കും എന്നറിയാം ആ പാട്ടിരിക്കുന്നത്. കണ്ടോ, ഇതുണ്ട് ഇപ്പോഴും കച്ചവടം ചെയ്തുകൊണ്ട് പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുക. നമ്മുടെ നാട്ടിൽ കാണുമോ ഇതുപോലെ? പാട്ടെ ഇതുണ്ട ചുമ്മാ നടക്കുക പെണ്ണുങ്ങൾ. ഇപ്പം എത്രയും സമയം മുമ്പേ കാണിച്ചില്ലേ? 6:30 ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ കാണാം ഗൈസ്.